ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. വളരെ സ്വാദിഷ്ടമായ രീതിയിൽ എങ്ങനെ തക്കാളി ചട്നി തയ്യാറാക്കാമെന്ന് നോക്കാം. തേങ്ങാ ചട്നിക്ക് പകരം ഇനി നമുക്ക് ദോശയ്ക്ക് തക്കാളി ചട്നി തയ്യാറാക്കി നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനകത്തേക്ക് നമ്മൾ പൊട്ട് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പൊതുവെ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് റോസ്റ്റ് ചെയ്ത കടലയാണ്. നമ്മളത് മാറ്റി വെച്ചു. ഇനി ഒരു അതേ പാനിൽ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ജീരകം, ക്യുമിൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഒരല്പം തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിനകത്ത് ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. തണുക്കുന്നത് വരെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് അരച്ച് കിട്ടാൻ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ശേഷം 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 തുണ്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കാതിരിക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ തക്കാളി ചട്നി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് നമുക്ക് തക്കാളി ചട്നി തയ്യാറാക്കാൻ. അതേപോലെ നല്ല രുചികരമായ ഒന്നാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.